ഇന്ന് നമുക്ക് കുറച്ച് മിനി കാർഡ്സ് ഉണ്ടാക്കാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ ഒരു A4ലേക്ക് കളർ പ്രിൻ്റ് എടുക്കുക. പിന്നത്തെ പരിപാടി കട്ട് 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 ചിത്രങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഷേപ്പിൽ കട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. ഇതാണ് മിനി കാർഡ്സിലെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. മെയിൻ ടാസ്ക് മാത്രമല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത മിനി കാർഡ്സിനെ ലുക്ക് ആക്കാൻ പോകുന്നത് നമ്മുടെ കട്ടിംഗ് ആണ്. മിനി കാർഡ്സിൽ ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഒന്നും കൂടി ക്യൂട്ടായിരിക്കും, കളർഫുൾ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് മിനി കാർഡ്സിനുള്ള കാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് സ്കെച്ച് ബുക്കിലെ ഷീറ്റാണ്. ഒരു ഷീറ്റ് മുറിച്ചാൽ 4 പേപ്പർ കിട്ടും, 4 കാർഡ്സ് കിട്ടും. ഇനി അളവൊക്കെ നോക്കി വെച്ചേക്കുക. ഇതേപോലത്തെ അളവെടുത്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കാർഡ് ഉണ്ടാക്കാം. ഇനി നമ്മൾ വെട്ടിയെടുത്ത ചിത്രത്തിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഡബിൾ ടാപ്പ് ഒട്ടിക്കുക. നോർമൽ ഗ്ലൂവിങ്ങിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഡബിൾ ടാപ്പിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിത്രങ്ങൾ ഒന്നുകൂടി ഹൈലൈറ്റ് ആവും. പിന്നെ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ കുറച്ച് ചിത്രങ്ങളാണ്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്കനുസരിച്ച് ചിത്രങ്ങൾ എടുക്കുക. അടുത്ത പരിപാടി ഇതുപോലെ കോഡ്സ് എഴുതുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളും മിനിമലും ക്യാച്ചിയും ക്യൂട്ടായിട്ടുള്ള കോഡ്സ് എഴുതിയാൽ പൊളിക്കും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ChatGPT ചോദിക്കാമല്ലോ. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഫ്രണ്ടിൽ ചെറിയൊരു കാർഡ് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഇതുപോലെ വെച്ചു. ഇനി പ്രഹസനമാണ് ഷാജി. നമുക്ക് ചെറിയ ത്രെഡിങ്ങോ അല്ലെങ്കിൽ ഒരു ബോയൊക്കെ കെട്ടിക്കൊടുക്കാം. എൻ്റെ കയ്യിൽ ത്രെഡ് ഉണ്ടായിരുന്നു, ഞാൻ കെട്ടി, അത്രമാത്രം. അപ്പോൾ എന്തായാലും ഇഷ്ടമായ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.